പറയണു ഇതില് തിയേറ്ററിൽ പോയി ഇതിനിടയിൽ ഒരു കാര്യമുണ്ട്. തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾ വലിയ ഹെവി സിനിമയായിട്ടൊന്നും ചിന്തിച്ചത് ഈ പടം കാണാൻ പോകരുത്. ഇതൊരു നാച്ചുറൽ സിമ്പിൾ ഫിലിമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ ഭയങ്കര ബിജിഎമ്മും ഭയങ്കര ഹൈപ്പും ഭയങ്കര എഫക്റ്റും ഭയങ്കര വിഷ്വലൈസിങ്ങും എന്നുള്ള പടമാണ്. അങ്ങനെയുള്ള പടമൊന്നുമല്ല. ഇതൊരു സാധാരണ ഈ നാട്ടിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്ന ചിത്രത്തിന്റെ നോർമൽ ഫിലിമാണ്. ഇതൊരു ഹെവി ഫിലിം അല്ല. സിനിമ ഹെവി ആവണമെന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഈ അഴിഞ്ഞാട്ടവും വിനായകൻ എന്ന് പറയുന്ന നായകന്റെ ഈ കുതിരപ്പുറത്ത് കയറി ഹെവി ലെവലിലോട്ട് പോകുന്ന ഒരു ഇത് പറയില്ലേ, അതുപോലെ ഒരു നായകന്റെ വില്ലനൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടേ. മെയിൻ നായകൻ വിനായകനാണെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കണം വില്ലൻ, എങ്കിലേ നായകൻ എഫക്റ്റ് ഉള്ളൂ. അതേ റേഞ്ചിൽ പോണ വിനായകന്റെ കഥാപാത്രം. ഇങ്ങനെ കഥാപാത്രങ്ങൾ കൊണ്ടാണ് ഈ സിനിമ നമ്മൾ ഫ്രെയിമിലോട്ടും കഥയിലോട്ടും ആഴമാക്കി കൊണ്ടുപോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളെ ഒരു ചെത്ത് സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ വിഷ്വലൈസിങ് പ്ലാൻ ചെയ്തിട്ടോ ഒരു ഹൈ കഥയായിട്ടോ ഒന്നും പോകണ്ട. പകരം നിങ്ങൾ തിയേറ്ററിൽ പോകുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്? നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് നമ്മളോട് പ്രെഡിക്റ്റ് ചെയ്യാതെ പോകും. സസ്പെൻസ് ബൈ സസ്പെൻസ്, സസ്പെൻസ് ബൈ സസ്പെൻസ്. ഇതിനൊപ്പം തന്നെ അഭിനയം, അത് നിങ്ങൾക്ക് അഭിനയം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അഭിനയത്തിന്റെ ഒരു കുത്തൊഴുക്ക് കാണാം. നായകനും വില്ലനും കൂടെ കട്ടയ്ക്ക് ഒപ്പം ഒരു 7-8 കഥാപാത്രങ്ങൾ ചുറ്റും 10-20 പെൺപിള്ളേര്, 5 ഓരോരോ സീനിൽ ഇച്ചിരിയാണ് എല്ലാവരും വന്നു പോണത്. പക്ഷെ എല്ലാവരും 1 by 1 ബെറ്റർ, സൂപ്പർ. പിന്നെ ഈ പടം സ്ലോയിൽ ഇങ്ങനെ നമ്മുടെ ഇതിലേ ചുറ്റിപ്പറ്റി പോകുന്ന നമ്മുടെ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി പോണ കഥാപാത്രത്തിന്റെ രീതി, അതിനനുസരിച്ചുള്ള ക്യാമറ വർക്ക്, അതിനനുസരിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ്, അതിനനുസരിച്ചിട്ടുള്ള വിഷ്വലൈസിങ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു എന്ത് പറയണത്, ഒരു നൂലിൽ നിങ്ങളൊരു കോർത്തിണക്കി ചങ്ങലയിട്ട് പോകും. ഒന്ന് അഴിക്കാൻ പോകും, അപ്പോഴടുത്തത് അഴിയാത്ത ചങ്ങലയുടെ ക്രൈം. അത് സ്ക്രിപ്റ്റ് കൊണ്ടും ഇവരുടെ അഭിനയത്തിന്റെ മികവ് കൊണ്ട്, ഇവര് മമ്മൂക്ക മാത്രമല്ല, വിനായകൻ മാത്രമല്ല, സുധീർ നെടുമങ്ങാട് മാത്രമല്ല, ഇതിന്റെ കൂടെ മറ്റു ആർട്ടിസ്റ്റുകളിൽ 10-20 പെമ്പിള്ളേര്. ഈ പെമ്പിള്ളേരെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. എങ്ങനെയാണോ ഈ മാർത്താണ്ഡം, കാട്ടാക്കട, ട്രിവാൻഡ്രത്തിന്റെ സൗത്ത്, അതായത് അമ്പൂരി, വെള്ളറട, പനച്ചമൂട്, കന്നുമാമൂട്, നേട്ടിങ്കര, ഈ മാർത്താണ്ഡം, തക്കല, കന്യാകുമാരി, ഇതിനകത്തോട്ടുള്ള കുറെ